ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 9th ചാപ്റ്ററായ ഹേർട്ട് നോട്ട് ദ എൻവയൺമെന്റ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് കേട്ടോ. അതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പം നോക്കാം നമുക്ക്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച എന്താണ് എയർ പൊല്യൂഷനാണ് അല്ലേ. അപ്പോൾ നമ്മളെന്താണ് എയർ പൊല്യൂഷൻ എന്താണെന്നോ അതിൻ്റെ കോസ് എന്താണെന്നോ അതിൻ്റെ എന്താണ് എന്തൊക്കെയാണ് അത് കാരണം നമുക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, കാണുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാട്ടർ ഓൺ ദ എർത്ത്. ഇനി എന്താണ് എയർ പൊല്യൂഷൻ മാത്രമാണ് ഉള്ളതെന്ന് ചോദിച്ചത് അല്ലേ. അപ്പോൾ എയർ പൊല്യൂഷൻ മാത്രമല്ല അല്ലേ. അപ്പോൾ എന്താണ് വാട്ടറിലും വരുന്നുണ്ട് പൊല്യൂഷൻ അല്ലേ, വാട്ടർ പൊല്യൂഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എർത്തിലുള്ള വാട്ടർ എന്താണെന്ന് നോക്കുക. എന്താണ് വാട്ടർ ഓൺ ദ എർത്ത്? യു നോ ദാറ്റ് 2/3 ഓഫ് ദ എർത്ത് ഈസ് വാട്ടർ. അപ്പോൾ എന്താണ് നിങ്ങൾക്കറിയാം എന്ത് 2/3 ഭാഗം എന്താണ്, 2/3 ഭാഗം എന്താണ് വെള്ളമാണ്. നമ്മളെ എവിടെ ഉള്ളത്, നമ്മളെ ഈ എർത്തിലുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ. ഓക്കെ, അപ്പം ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ ഇവിടെ കണ്ടോ, താഴെയുള്ള ചിത്രം കണ്ടില്ലേ. വാട്ട് ആർ ദി ഡിഫറെന്റ് ഫോംസ് ഓഫ് വാട്ടർ ഫൗണ്ട് ഓൺ ദ എർത്ത്? ഏതൊക്കെ എർത്തില് വെള്ളം ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നത്? ഐസ് ക്യാപ്പ് ആയിട്ട്, ഗ്ലേസിയേഴ്സ് ആയിട്ട് എക്സെട്ര അല്ലെ. ഐസ് ക്യാപ്പ് പറഞ്ഞാൽ എന്താണ്, മഞ്ഞുപാളികള്. പിന്നെ ഗ്ലാസിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഹിമാനികൾ എന്ന് പറയില്ലേ, അതൊക്കെ. വാട്ടർ വേപ്പർ, നീരാവിയായിട്ട് അല്ലെ. പിന്നെ എങ്ങനെയാ കാണുന്നത്, ലിക്വിഡ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് അല്ലെ. ഓക്കെ ഓക്കെ, ദെൻ വാട്ടർ എവറിവെയർ, വെള്ളം അല്ലെ, എല്ലായിടത്തും വെള്ളം. ഓഷ്യൻ വാട്ടർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് 97% ഓഫ് എർത്ത് വാട്ടർ. ഓൺലി 3% is fresh water without salt. About 69% of fresh water is found as ice caps and glaciers. We cannot use this also. 30% is a groundwater. All water bodies including rivers, lakes and ponds contain only 0.3% of fresh water. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ, എല്ലായിടത്തും വെള്ളമുണ്ട് അല്ലേ. പക്ഷെ എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ, ഈ ഭൂമിയിലെ ആകെ ജലത്തിന്റെ എന്താണ് 97% എന്താണ് ഓഷ്യൻ വാട്ടർ ആണ് അല്ലെ. കടൽ വെള്ളമാണ്, സമുദ്രജലമാണ് അല്ലെ. വെറും 3% മാത്രമാണ് എന്ത് പ്യുവർ വാട്ടർ അല്ലെ, ഫ്രഷ് വാട്ടർ ഉള്ളത്, കുടിക്കാൻ പറ്റിയ വെള്ളം അല്ലെ, ഉപ്പ് കലരാത്ത വെള്ളം ഉള്ളത്. ഈ പ്യുവർ വാട്ടറിന്റെ ഫ്രഷ് വാട്ടറിന്റെ ഏകദേശം 69%, 3% ആണ് ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞല്ലേ. ആ 3%ന്റെ ഏകദേശം എന്താണ് 69% എന്താണ് എന്താണ് വരുന്ന ഐസ് ക്യാപ്പുകളും പിന്നെ എന്താണ് ഗ്ലാസിയേഴ്സും ആണ് അല്ലെ, മഞ്ഞുപാളികളും എന്താണ് ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലെ. ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഉപയോഗിക്കാൻ കഴിയോ? ഇല്ല. പിന്നെ എന്താണ് 30% എന്താണ് ഗ്രൗണ്ട് വാട്ടർ ആണ് അല്ലെ, ഭൂമിന്റെ ഉള്ളിലുള്ള അടിയിലുള്ള വെള്ളമാണ് അല്ലെ. ആകെ ഫ്രഷ് വാട്ടറിന്റെ 0.3% മാത്രമാണ് നമ്മുടെ ഈ പോൺസിലും റിവേഴ്സിലും ലേക്സിലും ഒക്കെ എന്താണ് ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലും ആയിട്ട് ഉള്ളത്. ഓക്കെ, ദെൻ നോക്കൂ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഭൂമിയിലെ ആകെ വെള്ളത്തിന്റെ 97% എന്താണ് ഓഷ്യൻ വാട്ടർ ആണ്. വെറും 3% മാത്രമാണ് എന്ത് ഫ്രഷ് വാട്ടർ, ഉപ്പ് കലരാത്ത വെള്ളം ഉള്ളത്. പിന്നെന്താണ് ഈ ഫ്രഷ് വാട്ടറിന്റെ ഏകദേശം 69% എന്താണ് മഞ്ഞുപാളികളായിട്ടാണ് കാണുന്നത് അല്ലെ. ഇത് നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ കഴിയില്ല. 30% എന്താണ് നമുക്ക് ഗ്രൗണ്ട് വാട്ടർ ആണ് അല്ലെ. ആകെ ഫ്രഷ് വാട്ടറിന്റെ 0.3% മാത്രമാണ് എന്ത് നമ്മുടെ ഈ റിവറിലും ലേക്കിലും പോണ്ടിലും ഒക്കെ ആയിട്ട് ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലുമായി ഉള്ളത്. ദെൻ സോൾട്ട് വാട്ടർ നോക്കൂ, നമ്മൾ ഈ പൈ ഡയഗ്രത്തിൽ കണ്ടോ, ടോട്ടൽ വാട്ടർ ഓൺ ദ എർത്തിലുള്ള ആകെ ജലമാണ് അല്ലെ. സോൾട്ട് വാട്ടർ 97%, പ്യുവർ വാട്ടർ 3%. ഈ പ്യുവർ വാട്ടറിൽ 3% ഐസ് ക്ലാപ്പ് ഗ്ലാഷിയർ 68.7% ആണ് അല്ലെ പ്യുവർ വാട്ടറിൽ. പിന്നെ എന്താണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ 13.1%, ദെൻ സർഫസ് വാട്ടർ 0.3%, അതേഴ്സ് 0.9% ആണ്. ഓക്കെ, റിവർ ദെൻ ആൻഡ് നൗ. റിവർ അന്നും ഇന്നുമാണ്. നോക്കാം, ഇപ്പൊ ഈ ഗ്രാൻഡ് ഫാ എന്താ പറയുന്നത് നോക്കിയേ. ഐ യൂസ് ടു ടേക്ക് ബാത്ത് ഇൻ ദിസ് റിവർ ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ്. ലുക്ക് അറ്റ് ദ കണ്ടീഷൻ ഓഫ് ദിസ് റിവർ നൗ. എൻ്റെ കുട്ടിക്കാലത്ത് എന്താണ് ഞാൻ ഈ പുഴയിലാണ് കുളിച്ചിരുന്നത്. ഈ പുഴയുടെ ഇന്നത്തെ അവസ്ഥ നോക്കൂ പുഴേന്റെ ഒരു അവസ്ഥ അല്ലെ. ആകെ എന്താണ് വേസ്റ്റ് മെറ്റീരിയലിനോട് നിറഞ്ഞിരിക്കുന്നു അല്ലെ. ഹൗ ഡു വാട്ടർ ബോഡീസ് ഗെറ്റ് പൊല്യൂട്ടഡ്? എങ്ങനെയാണ് ഈ വാട്ടർ ബോഡീസ് ജലാശയങ്ങൾ എങ്ങനെയാണ് ഈ പൊല്യൂട്ടഡ് ആവുന്നത്, മലിനീകരണം ആവുന്നത് എങ്ങനെയാണ്?
ഡിസ്പോസൽ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലേ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുക, സ്പില്ലേജ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസസ്, കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ ഒഴുകിയെത്തുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് ഈ വാട്ടർ ബോഡീസ് എന്താണ് പൊല്യൂട്ടഡ് ആകും അല്ലേ. ഗിവൺ ബിലോ ഈസ് ദ പിക്ചർ ഓഫ് വാട്ടർ ബോഡി പൊല്യൂട്ടഡ് ബൈ ആൽഗെ. എന്താണ് ഇപ്പൊ ഈ പായലും ആൽഗകളും നിറഞ്ഞ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡീസിന്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, എന്തൊരു കഷ്ടമാണ് അല്ലേ. വാട്ടർ ബോഡീസ് ഒക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലേ. അങ്ങനെ ആരെങ്കിലും വലിച്ചെറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം, അവരെ തടയണം അല്ലേ. അതിനെ വിളിച്ചെറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് എന്താക്കണം, ഉപദേശം കൊടുക്കണം. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ് കണ്ടീഷൻ ഓഫ് ദ വാട്ടർ ബോഡി? റീഡ് ദ നോട്ട് ഗിവൺ ബിലോ ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ ദ സയൻസ് ഡയറി. എന്താണ് ഈ വാട്ടർ ബോഡീസ് ഈ അവസ്ഥയ്ക്ക് കാരണം? താഴെ കൊടുത്തിരിക്കുന്ന ഈ നോട്ട് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ബുക്കിൽ എഴുതുക. എന്താണ് യൂട്രോഫിക്കേഷൻ? Excess growth of water plants like algae in water bodies is caused by a phenomenon known as a eutrophication. This happens in water bodies where fertilizers containing nitrogen and other similar substances flow in. It is such flowing excess nutrients that cause excessive growth of aquatic plants. These aquatic plants use oxygen dissolved in water excessively. Due to this, other plants and animals in water die without getting oxygen and the ecosystem that existed in the water body gets disturbed. എന്താണ് ഈ വാട്ടർ ബോഡീസ് ആൽഗ പോലുള്ള ഈ വാട്ടർ പ്ലാന്റ്സ് അതിൻ്റെ അമിത വളർച്ചയ്ക്ക് എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നുണ്ട്. നൈട്രജൻ കലർന്ന ഫെർട്ടിലൈസേഴ്സും മറ്റ് ഒഴുകിയെത്തുന്ന വെള്ളങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ ഒഴുകിയെത്തുന്ന അധികം ന്യൂട്രിയൻസ് ആയിട്ടുള്ള വാട്ടർ പ്ലാന്റ്സിന്റെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഈ വാട്ടർ പ്ലാന്റ്സ് വെള്ളത്തിൽ ലയിച്ച് ചേർന്നിരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നു. ഇതുമൂലം എന്താണ് വെള്ളത്തിലെ മറ്റു പ്ലാന്റ്സുകളും ജന്തുക്കളും ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും പിന്നെ വെള്ളത്തിൽ നിലനിന്നിരുന്ന എക്കോസിസ്റ്റത്തിന് തകിലം മറിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് കാരണം മനസ്സിലായോ? യൂട്രോഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. വെള്ളത്തിൽ ആൽഗ പോലുള്ള വാട്ടർ പ്ലാന്റ്സ് അമിത വളർച്ചയ്ക്ക് യൂട്രിഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നുണ്ട്. ഈ നൈട്രജൻ കലർന്ന ഫെർട്ടിലൈസേഴ്സും മറ്റും ഒഴുകിയെത്തുന്ന വെള്ളങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് അല്ലെ. ഇങ്ങനെ ഒഴുകിയെത്തുന്ന അധികം പോഷക ഘടകങ്ങളാണെന്ത് ഈ വാട്ടർ പ്ലാന്റ്സിന്റെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഈ വാട്ടർ പ്ലാന്റ്സ് വെള്ളത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നു. ഇതുമൂലം വെള്ളത്തിലെ മറ്റ് പ്ലാന്റ്സുകളും പിന്നെ ഓർഗാനിസംസും ഓക്സിജൻ ലഭിക്കാതെ ജന്തുക്കളൊക്കെ ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും ഈ വെള്ളത്തിൽ നിലനിന്നിരുന്ന എക്കോസിസ്റ്റം തകിടം മറിയുകയും ചെയ്യുന്നു. Okay, then now it is understood that water pollution is a reason for the destruction of ecosystem. ഈ വാട്ടർ പൊല്യൂഷൻ എക്കോസിസ്റ്റത്തിന് നാശത്തിന് കാരണമാകുന്നു എന്ന് ബോധ്യമായല്ലോ. By analyzing the pictures given below and observing your surroundings, find out the situations that cause water pollution and write them in the science diary. അപ്പോൾ നോക്കൂ, താഴെ തന്നിരിക്കുന്ന ഈ ചിത്രങ്ങളൊന്ന് നോക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചിട്ട് എന്താണ് ഈ വാട്ടർ പൊല്യൂഷന് കാരണമാകുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ എന്തൊക്കെയാണ് കാരണം എന്ന് തന്നെ തന്നിട്ടുണ്ട് അല്ലേ. വീട്ടിലെ വേസ്റ്റ് ഇതൊക്കെ അടിക്കുക അല്ലേ. പിന്നെ നോക്കൂ, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. എന്താണ് എക്സസീവ് യൂസ്? രാസകീടനാശിനികളുടെ അമിത ഉപയോഗം അല്ലെ. എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കെമിക്കൽ പെസ്റ്റിസൈഡിന്റെ രാസകീടനാശിനികളുടെ അമിത ഉപയോഗം. പിന്നെന്താണ് ഡിസ്ചാർജ് ഓഫ് വേസ്റ്റ് വാട്ടർ ഇൻ ടു ഡ്രെയിനേജ്. മലിനജലം ഓടകളിലേക്ക് ഒഴുക്കിവിടല്. ഡംപിങ് ഓഫ് എ സ്ലോട്ടർ ഹൗസ് വേസ്റ്റ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ ബോഡീസ്. ഈ അറവുശാലകളുടെ മാലിന്യം മണ്ണിലും ജലാശയങ്ങളിലും നിക്ഷേപിക്കുന്നത്. പിന്നെ ഡിസ്ചാർജ് ഓഫ് വേസ്റ്റ് ഫ്രം ഇൻഡസ്ട്രീസ് ഇൻ ടു വാട്ടർ ബോഡീസ്. ഈ ഇൻഡസ്ട്രീസിലുള്ള മാലിന്യങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുന്നത് അല്ലെ, വാട്ടർ ബോഡീസിലേക്കൊക്കെ ഒഴുക്കി വിടുന്നത്. You have listed the situations related to water pollution. Discuss its consequences and write them in your science diary. ഈ വാട്ടർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ ലിസ്റ്റ് ചെയ്തല്ലോ. ഇവയുടെ കോൺസിക്വൻസസ് ചർച്ച ചെയ്ത് പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. It is our duty to protect water sources from all types of pollution. What measure can we adopt to make water sources free from pollution? ഡിസ്കസ്. അപ്പൊ ഇവിടെ എല്ലാ രീതിയിലുള്ള മലിനീകരണത്തിൽ നിന്നും നമുക്ക് നമ്മുടെ ഈ
എന്താണ് സോഴ്സ് ഓഫ് വാട്ടറിനെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലെ. ഈ സോഴ്സ് ഓഫ് വാട്ടറിനെ എന്താണ് മാലിന്യമുക്തമാക്കാൻ, പൊല്യൂഷൻ ഇല്ലാതാക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാന്നുള്ളത് ചർച്ച ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഡ്രിങ്കിങ് വാട്ടർ സോഴ്സസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് വാട്ടർ സോഴ്സസ്. വാട്ടർ സോഴ്സസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഈ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് അല്ലെ. വിച്ച് ആർ ദ കുടിവെള്ളമാണല്ലേ മെയിൻ സോഴ്സ് അല്ലെ. അപ്പൊ വിച്ച് ആർ ദ സോഴ്സസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ യുവർ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിലെ വിദ്യാലയത്തിലെ ഈ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് ഏതൊക്കെയാണ്? വിച്ച് ആർ ദ ക്വാളിറ്റീസ് ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് ഹാവ്? പിന്നെ ഈ ഡ്രിങ്കിങ് വാട്ടറിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ ക്വാളിറ്റീസ് ദാറ്റ് ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് പൊസസ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കുടിവെള്ളത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾക്ക് നേരെ ടിക്ക് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ വാട്ടർ ആയിരിക്കണ്ടേ? ഡ്രിങ്കിങ് വാട്ടറിൽ വേണം അല്ലെ, തെളിഞ്ഞ ജലമാണോ, അത് ടിക്ക് ഇടുക. പിന്നെ കളർലെസ് ആൻഡ് ഓഡർലെസ്, എന്താണ് നിറവും മണവും ഇല്ലാതിരിക്കണം അല്ലെ, അത് ടിക്ക് ഇടുക. ദെൻ ഫ്രീ ഫ്രം ജേംസ്, രോഗാണുക്കൾ ഇല്ലാതിരിക്കണം വേണ്ടേ, അതും ടിക്ക് ഇടുക അല്ലെ. ആബ്സെൻസ് ഓഫ് ഹെസോർഡസ് കെമിക്കൽ സബ്സ്റ്റൻസ്, അപകടകാരികളായ കെമിക്കൽ സബ്സ്റ്റൻസ് ഇല്ലാതിരിക്കണം അല്ലെ, അത് ടിക്ക് ഇടുക അല്ലെ. പ്രസൻസ് ഓഫ് അഡിക്കേറ്റ് മിനറൽ സോൾട്ട്, ആവശ്യത്തിനുള്ള മിനറൽ സോൾട്ട് ഉണ്ടായിരിക്കണം വേണോ. സോൾട്ടി ടേസ്റ്റ് വേണോ, വേണ്ട അല്ലെ, ഇത് രണ്ടും വേണ്ട അല്ലെ. നൈദർ അസിഡിക് ഓർ നോർ ബേസിക്, ആസിഡ് ഗുണമോ ബേസ് ഗുണമോ ഇല്ലാതിരിക്കണം അല്ലെ. Okay, then you have identified the qualities that drinking water should possess. Does the water you use in your house and school have these qualities? You can test certain qualities of your drinking water even in your classroom. കുടിവെള്ളത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഈ ഗുണങ്ങൾ നിങ്ങളുടെ വീട്ടിലും വിദ്യാലയത്തിലും ഉപയോഗിക്കുന്ന ഡ്രിങ്കിങ് വാട്ടറിനുണ്ടോ, കുടിവെള്ളത്തിനുണ്ടോ? കുടിവെള്ളത്തിന് ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ ക്ലാസ്സിൽ വെച്ച് തന്നെ പരിശോധിച്ച് നോക്കാൻ കഴിയും അല്ലെ. ടെസ്റ്റിംഗ് ഡ്രിങ്കിങ് വാട്ടർ, ഇനി എന്താണ് ടെസ്റ്റിംഗ് ഡ്രിങ്കിങ് വാട്ടർ ആണ് കേട്ടോ. കളക്ട് സാമ്പിൾസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ടെസ്റ്റ് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ്. കുടിവെള്ളം പരിശോധിക്കുകയാണ് അല്ലെ, കുടിവെള്ളത്തിന്റെ സാമ്പിൾസ് അല്ലെ ശേഖരിച്ച് താഴെ പറയുന്ന ഈ പ്രത്യേകതകൾ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കളർ, ഓർഡർ, നിറം, മണം. ഓർഡർ എന്ന് പറഞ്ഞാൽ മണമാണ് കേട്ടോ, ODOUR എന്ന് പറഞ്ഞാൽ മണം, സ്മെല്ല് കേട്ടോ. ആസിഡിക് ഓർ ബേസിക് നേച്ചർ, ആസിഡ് ഗുണവും ബേസ് ഗുണവും. പിന്നെ പ്രസൻസ് ഓഫ് ഇൻസോലിബിൾ ഇമ്പ്യൂരിറ്റീസ്, എന്താണ് ഈ ഇൻസോലിബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിന്റെ പ്രസൻസ്, സാന്നിധ്യം. വാട്ട് മെറ്റീരിയൽസ് ആർ റിക്വയർഡ് ഫോർ ഡൂയിങ് ദ എക്സ്പെരിമെന്റ്, പരീക്ഷണം ചെയ്യുന്നതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമാണ്? ഒരു ഹാൻഡ് ലെൻസ് വേണം, പിന്നെന്താണ് ഒരു ഫിൽറ്റർ പേപ്പർ വേണം, പിന്നെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ അല്ലെ, സാർവിക സൂചന എന്ന് പറഞ്ഞുള്ളത്. പിന്നെ ഹൗ ക്യാൻ വി ഒബ്സർവ് ദ കളർ ആൻഡ് ഓർഡർ ഓഫ് വാട്ടർ, ഈ വെള്ളത്തിന്റെ നിറം, മണം എന്നിവ എങ്ങനെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ കഴിയും. വാട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് വാട്ടർ ക്യാൻ ബി ഐഡന്റിഫൈഡ് യൂസിങ് ഫിൽറ്റർ പേപ്പർ ആൻഡ് ഹാൻഡ് ലെൻസ്. ഈ ഫിൽറ്റർ പേപ്പറും ഹാൻഡ് ലെൻസ് എന്നിവ ഉപയോഗിച്ച് കുടിവെള്ളത്തിന്റെ ഏതെല്ലാം പ്രത്യേകതകൾ കണ്ടെത്താൻ കഴിയും? കാൻ യു ഫൈൻഡ് ഔട്ട് വെദർ വാട്ടർ ഈസ് അസിഡിക് ഓർ ബേസിക് യൂസിങ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. അപ്പം ഈ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് വെള്ളത്തിന് ആസിഡ് സ്വഭാവമോ ബേസിക് സ്വഭാവമോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയില്ലേ? Check the samples of drinking water you have collected. Collect data and tabulate. Analyze the data and record the result in your science diary. Present them before the class. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ കൊണ്ടുവന്ന കുടിവെള്ള സാമ്പിളുകൾ പരിശോധിക്കുക, വിവരങ്ങൾ ശേഖരിച്ച് എന്താക്കുക, ടാബ്ലേറ്റ് ചെയ്യുക. അവ അനലൈസ് ചെയ്തിട്ട് എന്താണ് പരിശോധനാ ഫലങ്ങൾ നിങ്ങളെ ബുക്കിൽ എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. കുടിവെള്ളത്തിൽ എന്താണ് പൊല്യൂഷൻ കലർന്നാൽ അത് ശുദ്ധീകരിക്കേണ്ടതില്ലേ? ഷുഡ് ഇൻ ദ ഡ്രിങ്കിങ് വാട്ടർ ഇസ് പ്യൂരിഫൈഡ് ഇറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് ഇമ്പ്യൂരിറ്റീസ്, ശുദ്ധീകരിക്കേണ്ടതുണ്ട് അല്ലേ. ലെറ്റ് us familiarize with certain method of water purification. നമുക്ക് ചില ജലശുദ്ധീകരണ മാർഗങ്ങൾ പരിചയപ്പെടാം. പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, എന്താ കുടിവെള്ള ശുദ്ധീകരണം അല്ലെ. വാട്ട് മെത്തേഡ്സ് ഡു യു നോ to purify drinking water if it is contaminated with impurities? List them out. എന്താണ് കുടിവെള്ളത്തിൽ മാലിന്യങ്ങൾ കലർന്നാൽ ശുദ്ധീകരിക്കുന്നതിനുള്ള ഏതൊക്കെ മാർഗങ്ങൾ നിങ്ങൾക്കറിയാൻ ലിസ്റ്റ് ചെയ്യാനാ? ഒന്ന് സിഫ്റ്റിങ്, അരിക്കൽ അല്ലെ. പിന്നെ ഏതാ അറിയാ? സം മെത്തേഡ്സ് ടു പ്യൂരിഫൈ, തിളപ്പിച്ച ബോയിലിംഗ് പറ്റൂല്ലേ. ഓക്കെ, ദെൻ സം മെത്തേഡ്സ് ടു പ്യൂരിഫൈ ഡ്രിങ്കിങ് വാട്ടർ ആർ ഗിവൺ ബിലോ. കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിന് ചില മാർഗങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അനലൈസ് ദം ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആൻഡ് പ്രസന്റ് ദം ബിഫോർ ദ ക്ലാസ്. അവ അനലൈസ് ചെയ്ത് അതിന്റെ മെറിറ്റും ഡിമെറിറ്റും മേന്മകളും പരിമിതികളും കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോയിലിംഗ് നോക്കാം, ബോയിലിംഗ് തിളപ്പിക്കുന്നത് അല്ലെ. എന്താണ് ബോയിലിംഗ് ഫോർ അറ്റ്ലീസ്റ്റ് 1 minute വിൽ കിൽ ദ മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ വാട്ടർ.
ബട്ട് ദ ഡിസോൾവ്ഡ് കമ്പോണൻസ് ഇൻ ദ വാട്ടർ വിൽ റിമെയിൻ. കുറഞ്ഞത് 1 മിനിറ്റ് നേരമെങ്കിലും തിളപ്പിച്ചാൽ ജലത്തിലെ സൂക്ഷ്മജീവികൾ എന്താണ് നശിക്കും. മൈക്രോ ഓർഗാനിസംസ് എന്താവും, നശിക്കും. എന്നാൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്താവും, അവിടെ നിലനിൽക്കും. ഇനി സിഫ്റ്റിംഗ്. Undissolved impurities in water are separated by filters, but microbial and dissolved components are not removed. അപ്പോൾ അരിക്കലിലൂടെ എന്താണ്, വെള്ളത്തിലുള്ള ഈ ഡിസോൾവ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്, അതായത് അലയ മാലിന്യങ്ങളെ അരിപ്പകൾ ഉപയോഗിച്ച് എന്താക്കോ വേർതിരിക്കുന്നു. എന്നാൽ ചെറിയ ജീവികൾ ഉണ്ടല്ലോ, മൈക്രോബിയൽ ആയിട്ടുള്ള, അതുപോലെ ഡിസോൾവ്ഡ് കമ്പോണൻസും ആയിട്ടുള്ളത് അല്ലേ, അതായത് സൂക്ഷ്മജീവികൾ, ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവ എന്താക്കുക, ഈ അരിക്കലിലൂടെ നീക്കം ചെയ്യപ്പെടുന്നില്ല അല്ലെ. ഇതിനടുത്ത് എന്താണ്, സെഡിമെന്റേഷൻ. The undissolved impurities are allowed to settle down. The water that appears on top can be separated and used. Microbes and dissolved components cannot be completely removed by this method. എന്താണ്, ജലത്തിലുള്ള ഈ അലേയ മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കുന്നുണ്ട്. അടിയിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ, മുകളിൽ തെളിയുന്ന ജലത്തെ വേർതിരിച്ച് ഉപയോഗിക്കുക. ഈ സൂക്ഷ്മജീവികളും ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവ എന്താണ്, ഈ രീതി ഉപയോഗിച്ച് നമുക്ക് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. ദെൻ ക്ലോറിനേഷൻ എടുത്തത്. ആഡിങ് സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ബ്ലീച്ചിങ് പൗഡർ വിൽ കിൽ ദ മൈക്രോ ഓർഗാനിസംസ് ഇൻ വാട്ടർ, ബട്ട് ദ കമ്പോണൻസ് ഡിസോൾവ്ഡ് ഇൻ ദ വാട്ടർ cannot be removed. അപ്പം എന്താണ്, ക്ലോറിനേഷൻ നടത്തുമ്പോൾ എന്താണ്, ശരിയായ അളവിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്താൽ ജലത്തിലെ ഈ സൂക്ഷ്മജീവികൾ നശിക്കും. എന്നാൽ വെള്ളത്തിൽ ലയിച്ചു ചേർത്തിട്ടുള്ള ഘടകങ്ങൾ എന്താണ്, മാറ്റാൻ കഴിയില്ല അല്ലെ. ഇനി ഡിസ്റ്റിലേഷൻ. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ബോയിലിംഗ് വാട്ടർ ഇൻ ടു സ്റ്റീം ആൻഡ് കൂളിംഗ് ഇറ്റ് ടു കളക്ട് പ്യുവർ വാട്ടർ. ദർ വിൽ ബി നോ ഡിസോൾവ്ഡ് കമ്പോണൻസ് ഇൻ ദ വാട്ടർ കളക്റ്റഡ് ഇൻ ദിസ് വേ. എന്താണ് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ, വെള്ളം തിളപ്പിച്ച് നീരാവിയാക്കുകയും അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗമാണിത്. ഇങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ അലിഞ്ഞു ചേർത്തിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകില്ല. ഇപ്പൊ ജലം തിളപ്പിച്ച് നീരാവിയാക്കുക, ആ നീരാവിയെ തണുപ്പിച്ചിട്ട് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗമാണിത് ഈ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ എന്താണ്, ഈ അലിഞ്ഞു ചേർത്തിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ എൻകെയർ അതർ വേസ് ടു പ്യൂരിഫൈ ഡ്രിങ്കിങ് വാട്ടർ, റെക്കോർഡ് ദം ഇൻ സയൻസ് ഡയറി. അപ്പൊ കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള മറ്റു മാർഗങ്ങൾ അന്വേഷിച്ചിട്ട് പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ അബോവ് മെത്തേഡ് ആർ യൂസ്ഡ് ഇൻ യുവർ ഹോം ആൻഡ് സ്കൂൾ, റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. മേൽ പറഞ്ഞ മാർഗങ്ങളിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലും സ്കൂളിലൊക്കെ ഉപയോഗിക്കുന്നത്, പുസ്തകത്തിൽ എഴുതാൻ. പൊല്യൂഷൻ ഇൻ സോയിൽ ടു. ഇനി എന്താണ്, പൊല്യൂഷൻ ഇൻ സോയിലും ഉണ്ട് അല്ലെ, മലിനീകരണം മണ്ണിലും ഉണ്ട് അല്ലെ. അപ്പം എയറിലുണ്ട്, എയർ പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, ഈ സോയിലും ഉണ്ട് അല്ലെ, സോയിൽ പൊല്യൂഷൻ ഉണ്ട്. ഒബ്സർവ് ദ ഹെഡ്ലൈൻസ് ആൻഡ് ദ പിക്ചേഴ്സ് ഓഫ് ദ ന്യൂസ് ഗിവൺ ബിലോ. നോക്കൂ, ചുവടെ നൽകിയിരിക്കുന്ന പത്രവാർത്തയുടെ തലക്കെട്ടും ചിത്രവും നിരീക്ഷിക്കൂ. ഡംപിംഗ് ഓഫ് ഗാർബേജ്, ഗിവ് ഇൻഫർമേഷൻ, യു വിൽ ഗെറ്റ് ₹2500. ഡംപിംഗ് ഗാർബേജ് ഹിയർ ഈസ് പണിഷബിൾ അല്ലെ. എന്താണ്, മാലിന്യം വലിച്ചെറിയൽ, വിവരം നൽകിയാൽ ₹2500 കിട്ടുന്നു അല്ലെ. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ അവിടെ എന്താണ്, ആരെങ്കിലും ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് വലിച്ചെറിയുന്ന ആളെ കുറിച്ചിട്ട് ആരെങ്കിലും വിവരം കൊടുത്താൽ അവർക്ക് ₹2500 കിട്ടും അല്ലെ. വാട്ട് ആർ ദ തിങ്സ് മെൻഷൻഡ് ഇൻ ദിസ് ന്യൂസ്? ഹൗ ഡു സച്ച് ഹാബിറ്റ്സ് ഓഫ് സം പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി എഫക്ട് ദ എൻവയോൺമെന്റ്? റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ സയൻസ് ഡയറി ആർ പ്രസന്റ് ദം ബിഫോർ ദ ക്ലാസ്. എന്താണ്, ഈ പത്രവാർത്തയിൽ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള ചിലരുടെ ഇത്തരം ശീലങ്ങൾ എങ്ങനെയാണ് പരിസ്ഥിതിയെ ബാധിക്കുന്നത്? നിങ്ങളുടെ കണ്ടെത്തലുകൾ നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഹൗസ് ഹോൾഡ് വേസ്റ്റ്, എന്താണ്, വീട്ടിലെ മാലിന്യങ്ങൾ. ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേസ്റ്റ് ഫോംഡ് ഇൻ എ ഹൗസ് ഹോൾഡ്. ഫ്രൂട്ട് പീൽ, വെജിറ്റബിൾ വേസ്റ്റ്, പ്ലാസ്റ്റിക് കവേഴ്സ്. എന്താണ്, വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എന്തൊക്കെയാണ്, പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, പഴത്തോലി ഉണ്ടാവും അല്ലെ, ഫ്രൂട്ട് പീൽ ഉണ്ടാവും, വെജിറ്റബിൾ വേസ്റ്റ് ഉണ്ടാവും, പച്ചക്കറി മാലിന്യങ്ങൾ ഉണ്ടാവും, പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ടാവും അല്ലെ, പിന്നെ എന്താ ഫുഡ് വേസ്റ്റ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും അല്ലെ. You know that if a fruit peel is left in the soil for a long time, it may be dissolved in the soil as a result of the action of soil microbes. Biodegradable waste are such waste that decomposed and get dissolved in the soil due to the action of microbes. Instead of it is a piece of plastic, will it degrade into the soil like the fruit peel. Microorganisms in soil cannot be break down plastic waste, glass pieces, metals, electronic waste.
thermocol and the like. Such substances are non-biodegradable waste. എന്താണ് പറയുന്നത്? ഒരു പഴത്തൊലി മണ്ണിലിട്ട് ഏറെ നാൾ കഴിഞ്ഞാൽ മണ്ണിലെ ഈ മൈക്രോബ്സ് ഉണ്ടല്ലോ, സൂക്ഷ്മജീവികളെ, അതെന്താക്കും? അവരുടെ പ്രവർത്തന ഫലമായി അതെന്താ മണ്ണിൽ എന്താണ് അലിഞ്ഞു ചേരുമെന്ന് നമുക്കറിയാം അല്ലെ. സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി എന്താണ് അത് ഡീകമ്പോസ് ചെയ്ത് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഇത്തരം മാലിന്യങ്ങളാണ് എന്ത് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ ഒരു കഷ്ണം പ്ലാസ്റ്റിക് മണ്ണിൽ ദീർഘനാൾ കിടന്നാൽ അത് പഴുത്തൊലി പോലെ മണ്ണിൽ അലിഞ്ഞു ചേരുമോ? നെവർ അല്ലെ, ഒരിക്കലും ഇല്ല അല്ലെ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ചില്ല് കഷ്ണങ്ങൾ, അതുപോലെ ലോഹങ്ങൾ, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, തെർമോകോൾ തുടങ്ങിയവയെ എന്താണ് ഡീകമ്പോസ് ചെയ്യാൻ എന്താണ് മണ്ണിലെ മൈക്രോബ്സിന് കഴിയില്ല അല്ലെ. ഇവയാണ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഏതൊക്കെയാ? പ്ലാസ്റ്റിക് വേസ്റ്റ്, പിന്നെന്താണ് ഗ്ലാസ് പീസസ്, മെറ്റൽസ്, ഇലക്ട്രോണിക് വേസ്റ്റ്, തെർമോകോൾ ഒക്കെ ആണ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്. അത് ഡീകമ്പോസ് ചെയ്യൂല, മണ്ണിൽ ലയിച്ച് ചേരൂല അല്ലെ. അതിനൊക്കെയാണ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് വേസ്റ്റ്, ഗ്ലാസ് പീസസ്, മെറ്റൽസ്, ഇലക്ട്രോണിക് വേസ്റ്റ്, തെർമോകോൾ. ഓക്കെ, ക്ലാസിഫൈ വേസ്റ്റ് ഇൻടു ബയോഡീഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്. അപ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? മാലിന്യങ്ങളെ, വേസ്റ്റിനെ ഈ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ആയിട്ട് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ആയിട്ട് തരംതിരിച്ച് എന്താണ് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബയോഡീഗ്രേഡബിൾ ഏതൊക്കെയാ? ബനാന പീൽ, പഴത്തൊലി അല്ലേ. പിന്നെ എന്താണ് ഫുഡ്, അതായത് എന്താണ് നമുക്ക് വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് അല്ലേ. പിന്നെയോ ഫുഡ് വേസ്റ്റ് ഒക്കെ അതിൽ പറ്റും അല്ലേ, ബയോഡീഗ്രേഡബിൾ ആണ് അതൊക്കെ. ദെൻ നോൺ ഡീഗ്രേഡബിൾ ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് കവേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്ലാസ്റ്റിക് കവർ, ഗ്ലാസ് പീസ്, മെറ്റൽ, ഇലക്ട്രോണിക് വേസ്റ്റ്, തെർമോകോൾ, അതൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഔട്ട് ഓഫ് ദിസ് വിച്ച് ടൈപ്പ് ഓഫ് വേസ്റ്റ് കോസ് സോയിൽ പൊല്യൂഷൻ? ഇത് ഇവയിൽ ഏതുതരം മാലിന്യങ്ങളാണ് ഈ സോയിൽ പൊല്യൂഷന് കാരണമാകുന്നത്? ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള അല്ലേ ഡിസ്കസ് ചെയ്യാൻ. നോൺ ബയോഡീഗ്രേഡബിൾ ഇത് കേട്ടോ. നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് ആണ് സോയിൽ പൊല്യൂഷന് കാരണമാകുന്നത് അല്ലെ. നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് സച്ച് ആസ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് കെമിക്കൽ സബ്സ്റ്റൻസ് പൊല്യൂട്ട് ദ സോയിൽ. മെറ്റൽസ് ലൈക്ക് മെർക്കുറി ആൻഡ് കാഡ്മിയം പ്രസന്റ് ഇൻ CF lamp, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഓൾസോ കോസസ് സോയിൽ പൊല്യൂഷൻ അല്ലെ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, കീടനാശിനികൾ, രാസവസ്തുക്കൾ തുടങ്ങിയ നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള നോൺ ബയോഡീഗ്രേഡബിൾ എന്താണ് ഈ സോയിലിനെ മലിനീകരിക്കുന്നു അല്ലെ. CF ലാമ്പ്, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ അടങ്ങിയിട്ടുള്ള മെർക്കുറി, കാഡ്മിയം തുടങ്ങിയ പോലുള്ള ലോഹങ്ങളും എന്താണ് ഈ മണ്ണിന്റെ പൊല്യൂഷന് കാരണമാകുന്നുണ്ട് അല്ലെ. സെപ്പറേറ്റിംഗ് ഹൗസ് ഹോൾഡ് വേസ്റ്റ് എന്താണ് വീട്ടിലെ മാലിന്യങ്ങൾ നമുക്ക് തരംതിരിക്കുക. സർട്ടൻ ഹൗസ് ഹോൾഡ് വേസ്റ്റ് ആർ മെൻഷൻഡ് ബിലോ. വീടുകളിൽ ഉണ്ടാകുന്ന ചില മാലിന്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ബൾബ്, ഫുഡ് വേസ്റ്റ്, CF lamp, പേപ്പർ കപ്സ്, ഫുഡ് വെയർ, ബാഗ്, ക്ലോത്ത്, പെസ്റ്റിസൈഡ് കണ്ടെയ്നർ, പെയിന്റ് കണ്ടെയ്നർ, പ്ലാസ്റ്റിക് ബാഗ്, വെജിറ്റബിൾ വേസ്റ്റ്, കാർഡ്ബോർഡ്, പാക്കിംഗ് മെറ്റീരിയൽ, പ്ലാസ്റ്റിക് കപ്സ്, മൊബൈൽ ഫോൺ ബാറ്ററി, പ്ലാസ്റ്റിക് ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിൽ, എംപ്റ്റി ടൂത്ത് പേസ്റ്റ് ട്യൂബ്, ഫിഷ് ആൻഡ് മീറ്റ് വേസ്റ്റ്. ഇതൊക്കെയാണ് ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലേ. ക്ലാസിഫൈ and tabulate them in such a way that they can be disposed in approximated bins as shown in the figure. അപ്പോൾ എന്താണ് ഇവിടെ ജൈവമാലിന്യം ഇവ എന്താണ് ഈ ചിത്രത്തിൽ നൽകിയിട്ടുള്ള അനുയോജ്യമായ ബിന്നുകളിൽ നിക്ഷേപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് തരംതിരിക്കാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് അല്ലെ, ജൈവ മാലിന്യങ്ങൾ. അതിൽ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഫുഡ് വേസ്റ്റ് ഒക്കെ എന്താണ് ജൈവ മാലിന്യങ്ങളാണ് അല്ലെ. ഈ നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എന്താണ് പ്ലാസ്റ്റിക് വരുന്നുണ്ട് അല്ലേ. പിന്നെ എന്താണ് CF lamp വരുന്നുണ്ട്, അതൊക്കെ വരുന്നുണ്ട് അല്ലേ. then എന്താണ് ഹസാർഡസ് വേസ്റ്റ് പറഞ്ഞാൽ എന്താണ് അപകടകരമായ മാലിന്യം. അത് ഇതിലും തിരിക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കുക നോക്കിയിട്ട് ഇതിലേക്ക് മാറ്റി എഴുതുക കേട്ടോ. ഓക്കെ, haven't you properly sorted out the garbage? Do you practice this method at home and school? What is the advantages of sorting waste at its origin itself? അപ്പോൾ വേസ്റ്റിനെ അനുയോജ്യമായ രീതിയിൽ പൊല്യൂഷനെ അനുയോജ്യമായ രീതിയിൽ തരംതിരിച്ചല്ലോ. വീട്ടിലും സ്കൂളിലും നിങ്ങൾ ഈ രീതി അവലംബിക്കാറുണ്ടോ? ഉറവിടത്തിൽ തന്നെ മാലിന്യം ഇങ്ങനെ തരംതിരിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ്? ലാസ്റ്റിൽ അങ്ങനെ
ബുദ്ധിമുട്ടാവണ്ട അല്ലേ. വാട്ട് ഷുഡ് വി ഡു ആഫ്റ്റർ സോർട്ടിങ് ദിസ് ഗാർബേജ് ഡിസ്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സയന്റിഫിക് മെത്തേഡ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. എന്താണ് ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സയന്റിഫിക് മെത്തേഡ് എന്താന്ന് നോക്കാം. എന്താ മാലിന്യ സംസ്കരണം, അതിന്റെ ശാസ്ത്രീയ രീതികൾ. ദ മോസ്റ്റ് appropriate method to dispose is to dispose the waste at the source itself. Then അപ്പോൾ the most appropriate method is to dispose the waste at the source itself. This is known as waste management at source. എന്താണ് ഈ പൊല്യൂഷൻ, അതായത് ഈ വേസ്റ്റിനെ അവ ഉണ്ടാവുന്ന സ്ഥലത്ത് തന്നെ എന്താണ് ഡിസ്പോസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം അല്ലെ. ഇതാണ് എന്ത് വേസ്റ്റ് മാനേജ്മെന്റ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെന്താണ് ഇഫ് ഇറ്റ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെഗ്രിഗേറ്റ് ദ വേസ്റ്റ് അറ്റ് ദ സോഴ്സ് ഇറ്റ്സെൽഫ്. സം ഓഫ് ദ വേസ്റ്റ് യു ഹാവ് സോർട്ടഡ് ഔട്ട് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് ഓർഗാനിക് മാന്യൂർ വിച്ച് ആർ ദേ. അപ്പൊ എന്താ അവിടെ പറയുന്നത്, നമ്മൾ ഈ മാലിന്യങ്ങളെ വേസ്റ്റിനെ അവ ഉണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെ എന്താണ് ഡിസ്പോസ് ചെയ്യുന്നതാണ് ഇത് ഏറ്റവും ഉചിതമായ മാർഗം അല്ലെ. ഇതാണ് എന്ത് വേസ്റ്റ് മാനേജ്മെന്റ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ മാലിന്യങ്ങളെ വേസ്റ്റിനെ ഉറവിടത്തിൽ തന്നെ എന്താണ് തരം തിരിക്കുക എന്നതാണ് ഇതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ തരംതിരിച്ച മാലിന്യങ്ങളിൽ ചിലത് എന്താണ് ഓർഗാനിക് മാന്യൂർ ആയിട്ട് നിർമ്മിക്കുന്നത് ഉപയോഗിക്കാൻ കഴിയില്ലേ. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? Organic waste can be broken down into simpler chemical compounds with the help of microorganisms. They decompose to form nitrate, phosphate and sulfate which are helpful for plants growth. Hence, they can be used as a fertilizers. Bio-waste can become organic manure only if it is treated in proper way. There are three main methods of bio-waste management at a household level. Vermicomposting, air contact composting, production of biogas. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നമുക്ക് ഈ ഓർഗാനിക് വേസ്റ്റിനെ സൂക്ഷ്മാണുക്കള് മൈക്രോ ഓർഗാനിസംസിന്റെ സഹായത്തോടെ ചെറു രാസ സംയുക്തങ്ങളായിട്ട് എന്താക്കാൻ പറ്റും, നമുക്ക് ഇത് ഡികമ്പോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ ഈ സൂക്ഷ്മാണുക്കളുടെ മൈക്രോ ഓർഗാനിസംസിന്റെ സഹായത്തോടെ സിംപ്ലർ കെമിക്കൽ കോമ്പൗണ്ട് ആക്കാൻ കഴിയും. ഇവ ജീർണിച്ചുണ്ടാകുന്ന നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് എന്നിവ ഈ പ്ലാന്റ്സിന്റെ ഒക്കെ വളർച്ചയ്ക്ക് സഹായകമാണ് അല്ലെ. അതിനാൽ ഇവയെ വളമായി ഉപയോഗിക്കാൻ കഴിയുന്നു. ഈ ഓർഗാനിക് മാലിന്യങ്ങൾ ശരിയായ മാർഗങ്ങളിലൂടെ സംസ്കരിച്ചാൽ മാത്രമേ അവ എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ജൈവ വളമായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ. പ്രോപ്പറായിട്ടുള്ള മെത്തേഡിലൂടെ നമ്മൾ അത് ട്രീറ്റ് ചെയ്താൽ എന്താവുള്ളൂ, ഓർഗാനിക് മാന്യൂർ ആയിട്ട് നമുക്ക് മാറുകയുള്ളൂ അല്ലെ. ജൈവ മാലിന്യങ്ങൾ ശരിയായ മാർഗങ്ങളിലൂടെ സംസ്കരിച്ചാൽ മാത്രമേ അത് എന്താൻ പറ്റുള്ളൂ, ജൈവ വളമായി മാറുകയുള്ളൂ. ഗാർഹിക തലത്തിൽ ജൈവ മാലിന്യ സംസ്കരണത്തിന് പ്രധാനമായും 3 രീതികളാണ് ഉള്ളത് കേട്ടോ. എന്താണ് 3 മെയിൻ മെത്തേഡ്സ് ബയോവേസ്റ്റ് മാനേജ്മെന്റ് അറ്റ് ഹൗസ് ഹോൾഡ് ലെവലിൽ. അതൊക്കെയാണ് വെർമി കമ്പോസ്റ്റിംഗ് അല്ലെ, മണ്ണിര കമ്പോസ്റ്റിംഗ്, എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിംഗ്, വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ്, പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ് നിർമ്മാണം. വെർമി കമ്പോസ്റ്റ് ഈസ് എ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസ്ഡ് യൂസിംഗ് എർത്ത് വർംസ്. ദിസ് ഈസ് ഓൾസോ എ മെത്തേഡ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. പ്ലാസ്റ്റിക് container, large pots and cement tanks are used for vermicomposting. Earthworms takes in organic matter and their excreta turns into manure. Manure produced by vermicomposting is superior to other manure. എന്താ ഇവിടെ പറയുന്നത്, ഈ മണ്ണിരകളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളമാണെന്ത് ഈ വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു മാലിന്യ നിർമ്മാർജ്ജന രീതിയാണ് അല്ലെ, വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു മെത്തേഡാണ് ഇത് അല്ലെ. പ്ലാസ്റ്റിക് പാത്രം, വലിയ ചട്ടി, സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്ക് എന്നിവ ഈ വെർമി കമ്പോസ്റ്റ് നടത്തുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. മണ്ണിലെ ജൈവാംശങ്ങൾ സ്വീകരിക്കുകയും അതിന്റെ വിസർജ്യം വളമായി മാറുകയും ചെയ്യുന്നു. ഓക്കെ, എന്താ അവിടെ പറയുന്നത്, എർത്ത് വേംസ് ടേക്സ് ഇൻ ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ എർത്ത് വേംസ് എടുത്തിട്ട് അതിന്റെ എക്സ്ക്രീറ്റ് ഉണ്ടല്ലോ അത് മാന്യൂറായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് വിസർജ്യം വളമായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ വെർമി കമ്പോസ്റ്റ് വഴി ലഭിക്കുന്ന വളം മറ്റ് കമ്പോസ്റ്റ് വളത്തേക്കാൾ മികച്ചതാണ് കേട്ടോ. മാനർ പ്രൊഡ്യൂസ്ഡ് ബൈ വെർമി കമ്പോസ്റ്റിംഗ് സുപ്പീരിയർ ടു അതർ മാനർ. വേറെയുള്ള
കമ്പോസ്റ്റിങ്, അതായത് എന്താണ് വേറെയുള്ള മറ്റ് കമ്പോസ്റ്റ് വളത്തേക്കാൾ മികച്ചത് ഏതാണ്? ഈ വെർമി കമ്പോസ്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിങ് ഏതാണെന്ന് നോക്കാം നമുക്ക്. ഏതാണ്? ഒബ്സർവ് ദ പിക്ചർ. ആർ യു ഫെമിലിയർ വിത്ത് ദിസ് സിസ്റ്റം? ചിത്രം നിരീക്ഷിക്കൂ. ഈ സംവിധാനം നിങ്ങൾക്ക് പരിചയമുണ്ടോ? A biocomposter bin consists of specially designed containers for waste management. They are arranged in tiers are shown in the figure. The process taking place in it is air contact composting. Find out how it works. ചിത്രം നിരീക്ഷിക്കാതെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് നിങ്ങൾക്ക് പരിചയം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ എന്താണ് ബയോ കമ്പോസ്റ്റർ ബിൻ കൺസിസ്റ്റ് ഓഫ് സ്പെഷ്യലി ഡിസൈൻ കണ്ടെയ്നർ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. ഈ വേസ്റ്റ് മാനേജ്മെന്റിന് ഉതകുന്ന വിധം പ്രത്യേക രൂപകൽപ്പന ചെയ്ത പാത്രങ്ങൾ തട്ടുകളായി അടുക്കി വെച്ചിട്ടുള്ള ഒരു ബയോ കമ്പോസ്റ്റർ ബിന്നാണ് ഇത് അല്ലെ. ഇതിൽ നടക്കുന്ന എന്താണ്? വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് പ്രക്രിയയാണ്. ഇതിൽ നടക്കുന്നത് എന്താണ്? ടേക്കിംഗ് പ്ലേസ് ഇൻ ഇറ്റ് എയർ കോണ്ടാക്ട് കമ്പോസ്റ്റിംഗ് ആണ് അല്ലെ. ഇതിന്റെ പ്രവർത്തന രീതി അന്വേഷിച്ച് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പ്രവർത്തന രീതി അന്വേഷിച്ച് മനസ്സിലാക്കുക ബയോ കമ്പോസ്റ്റർ ബിന്നിൽ. ഓക്കെ, ബയോഗ്യാസ് പ്രൊഡക്ഷൻ. ഇനി എന്താണ്? ജൈവവാതക നിർമ്മാണം അല്ലെ. എ ബയോഗ്യാസ് പ്ലാന്റ് ഇസ് എ സിസ്റ്റം ദാറ്റ് കൺവേർട്സ് വേസ്റ്റ് ഇൻടു ഫ്യൂൽസ് ഇൻടു ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഇൻ ദിസ് മെത്തേഡ് അലോങ് വിത്ത് വേസ്റ്റ് മാനേജ്മെന്റ് cooking gas is also obtained as a product. Visit a biogas plant and learn about it working. Write it in the science diary. എന്താ ഇവിടെ പറയുന്നത്? ഈ ബയോഗ്യാസ് പ്രൊഡക്ഷൻ ആണ് അല്ലെ. ഓക്സിജന്റെ അഭാവത്തിൽ എന്താണ്? ഓക്സിജൻ ഇല്ലാത്ത ഓക്സിജന്റെ ആബ്സെൻസിൽ ഈ മാലിന്യം സംസ്കരിച്ച് എന്താണ് ഈ വേസ്റ്റ് in the absence of in this method waste management cooking gas is also obtained as a product. അല്ലെ. എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ ഈ ഓക്സിജന്റെ ആബ്സെൻസിൽ വേസ്റ്റ് സംസ്കരിച്ചിട്ട് ഇന്ധനമാക്കി മാറ്റുവാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് എന്ത്? ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മാലിന്യ സംസ്കരണം നടക്കുന്നതോടൊപ്പം എന്താണ്? നമുക്ക് കുക്കിംഗ് ഫ്യൂൽസ് ഉൽപ്പന്നമായി ലഭിക്കുകയും ചെയ്യുന്നു. ഒരു ബയോഗ്യാസ് പ്ലാന്റ് സന്ദർശിച്ച് അതിന്റെ പ്രവർത്തന രീതിയെ കുറിച്ച് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബുക്കിൽ എഴുതുക കേട്ടോ. വി ക്യാൻ മാനേജ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ജനറേറ്റഡ് അറ്റ് ഹോം ആൻഡ് സ്കൂൾ യൂസിംഗ് ദ അബോവ് മെത്തേഡ്. കളക്ട് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഈച്ച് മെത്തേഡ്. എന്താണ്? വീട്ടിലും സ്കൂളിലും ഉണ്ടാക്കുന്ന ഈ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിനെ നമുക്ക് മേൽ പറഞ്ഞ മാർഗങ്ങൾ ഉപയോഗിച്ച് എന്താക്കാൻ പറ്റും? സംസ്കരിക്കാവുന്നതാണ്. ഓരോ മാർഗത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. എനി വൺ ഓഫ് ദിസ് മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു മാനേജ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഇൻ യുവർ ഹോം. നിങ്ങളുടെ വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഇവയിൽ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിക്കാൻ പറ്റുന്ന ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ. ചിലരിത് ഇങ്ങനത്തെ ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, then paper and paper product can be recycled, but can all non-biodegradable waste be disposed in the same way? Plastic products that are very thin cannot be recycled. What would be the reason for banning the production and the distribution of very thin plastic covers? What measures can be taken to reduce non-biodegradable waste? എന്താണ്? കടലാസും കടലാസ് നിർമ്മിത ഉൽപ്പന്നങ്ങളൊക്കെ എന്താണ്? നമുക്ക് റീസൈക്കിൾഡ് ആണ്. എപ്പോൾ ഒന്നും കൂടി എന്താക്കാം? നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെ. അത് റീസൈക്കിൾഡ് ഇതിന് വിധേയമാക്കാൻ കഴിയില്ല. എന്നാൽ ഈ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റുകൾ എന്താക്കാൻ പറ്റൂല? ഒരുപോലെ നമുക്ക് സംസ്കരിക്കാൻ കഴിയുമോ? അതായത് കടലാസ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ എന്താണ്? നമുക്ക് എന്താക്കാൻ പുനഃസംസ്കരണത്തിന് വിധേയമാക്കാൻ കഴിയും. എന്നാൽ ഈ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്താണ്? എല്ലാം ഒരുപോലെ നമുക്ക് സംസ്കരിക്കാൻ കഴിയുമോ? വളരെ കുറഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ റീസൈക്കിൾഡിന് വിധേയമാക്കാൻ കഴിയില്ല. വളരെ കുറഞ്ഞ പ്ലാസ്റ്റിക് കവറുകളുടെ ഉൽപാദനവും വിതരണവും തടയുന്നതിന്റെ കാരണം എന്തായിരിക്കും? എന്താണ് പിന്നെ പറയുന്നത് നോക്കൂ. ഈ അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും? Haven't you heard 3 R's? What does it indicate? 3 R'നെ എന്ന് കേട്ടിട്ടില്ല. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 3 R അല്ലെ. R അല്ലെ. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ അല്ലെ. റെഡ്യൂസ് പറഞ്ഞാൽ ഉപയോഗം കുറയ്ക്കുക, റീയൂസ് എന്ന് പറഞ്ഞാൽ പുനരുപയോഗം ചെയ്യുക, റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുനഃചംക്രമണം ചെയ്ത് വർദ്ധിക്കുക അല്ലെ. ഒന്നും കൂടി അത് ഉണ്ടാക്കിയിട്ട് വേറെ ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ഒന്നും കൂടി ഉപയോഗിക്കുക. Then it is a strategy adopted worldwide to reduce the amount of a non-biodegradable waste. It has to become a part of our life and culture.
ഈ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിന്റെ അളവിൽ കുറവ് വരുത്തുന്നതിനായി ലോകമാകെ സ്വീകരിച്ചിട്ടുള്ള തന്ത്രമാണിത്. ഇത് ജീവിതത്തിന്റെ ഭാഗവും സാംസ്കാരികമായും മാറേണ്ടതാണ്, ലൈഫും കൾച്ചറും ഒക്കെ ആയിട്ട് മാറേണ്ടതാണ്. എന്താണ് റിഡ്യൂസ്, മിനിമൈസ്ഡ് യൂസ് അല്ലെ, എന്താണ് ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടത് ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് കപ്പ്, പിന്നെന്താണ് പ്ലാസ്റ്റിക് തെർമോകോൾ പ്ലേറ്റ്, പിന്നെ മിനറൽ വാട്ടർ ബോട്ടിൽ, ഇതൊക്കെ എന്താണ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം അല്ലെ, ഉപയോഗം പരമാവധി കുറയ്ക്കണം. ഇനി റീയൂസബിൾ ഓൺലി ദോസ് വിത്ത് സ്റ്റാൻഡേർഡ് ഗ്രേഡ്സ് അല്ലെ, നമുക്ക് എന്താ റീയൂസ് ചെയ്യേണ്ടത് അല്ലെ, അതെന്താണ് നല്ല ഗ്രേഡ് ഉള്ളവ മാത്രമേ പറ്റൂ അല്ലെ. പ്ലാസ്റ്റിക് ബാഗ്, പിന്നെന്താണ് പ്ലാസ്റ്റിക് ജാർസ്, പിന്നെ പ്ലാസ്റ്റിക് കട്ടൻസിൽസ്, പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ റീയൂസ് ചെയ്യാം. ഇനി അടുത്ത എന്താ റീസൈക്കിൾ അല്ലെ, റീസൈക്കിളബിൾ ആയിട്ടുള്ളത് അല്ലെ, അതായത് ഒന്നുകൂടി നമുക്ക് റീസൈക്കിൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. മെറ്റൽ പ്രോഡക്റ്റ്, പിന്നെന്താണ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റ്, അതൊക്കെ അല്ലെ. ഓക്കെ, ദെൻ ഹരിത കർമ്മസേന. ഹരിത കർമ്മസേന നമ്മളെ വീട്ടിലൊക്കെ വരുന്നതാണ് അല്ലെ. നോക്കാം. ഇൻ അവർ സ്റ്റേറ്റ് ഹരിത കർമ്മസേന ഈസ് പ്ലേയിങ് എ മേജർ റോൾ ഇൻ ട്രാൻസ്പോർട്ടിംഗ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ടു ദ treatment centers. Enquire more about the activities of Harita Karma Sena and try them in the science diary. Local self-governments are implementing various activities to avoid environmental pollution. Collect information about such activities. Prepare a report and present it before the class. എന്താണ് ഈ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് അല്ലെ, നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകളെ എന്താണ് സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിൽ എന്താണ് നമ്മുടെ നാട്ടിൽ ഈ ഹരിത കർമ്മസേന വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് നിങ്ങൾ ബുക്കിൽ എഴുതുക. പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാൻ എന്താണ് പ്രാദേശിക ഭരണകൂടങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. പൊല്യൂഷൻ പ്രോബ്ലംസ് ഇൻ മൈ ലൊക്കാലിറ്റി ഇൻവെസ്റ്റിഗേറ്ററി പ്രോജക്റ്റ്. എന്താണ് ഇവിടെ പറയുന്നത്? എന്റെ നാട്ടിലെ മലിനീകരണ പ്രശ്നങ്ങൾ അന്വേഷണ പ്രൊജക്ട് ആണ്. വി ഹാവ് അണ്ടർസ്റ്റുഡ് ദ വേരിയസ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് എയർ, വാട്ടർ ആൻഡ് സോയിൽ ആർ പൊല്യൂട്ടഡ് ആൻഡ് their consequences. Conduct a study to find out whether such a conditions exist in your locality of air, water and soil. Write your hypothesis regarding this topic in your science diary. What observations are needed for conducting the study? What information are to be collected? Analyze the data and prepare a project report including your findings and recommendations. Present it before the class and invited guests and discuss. എന്താണ് നമുക്ക് വായു, അതായത് എയർ, വാട്ടർ, സോയിൽ എന്നിവ മലിനീകരിക്കപ്പെടുന്ന വിവിധ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും നാം മനസ്സിലാക്കിയല്ലോ. നിങ്ങളുടെ പ്രദേശത്ത് എയർ, വാട്ടർ, സോയിൽ എന്നിവ മലിനീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി ഒരു പഠനം നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ പരികല്പനകൾ പുസ്തകത്തിൽ എഴുതണം. ഈ പഠനം നടത്തുന്നതിനായി എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട്, എന്തെല്ലാം വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്, ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ, നിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിലും മുന്നിലും അവതരിപ്പിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വേസ്റ്റ് ഫ്രീ ഗ്രീൻ സ്കൂൾ. എന്താണ് മാലിന്യമുക്ത ഹരിത വിദ്യാലയം അല്ലെ. ഡിസ്കസ് ഇൻ ക്ലാസ് ദി സ്റ്റെപ്സ് യു ക്യാൻ ടേക്ക് ടു മേക്ക് യുവർ സ്കൂൾ എ വേസ്റ്റ് ഫ്രീ ഗ്രീൻ സ്കൂൾ. എന്താണ് നിങ്ങളുടെ വിദ്യാലയത്തെ ഒരു മാലിന്യമുക്ത ഹരിത വിദ്യാലയമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ, ആക്ഷൻസ് ടു ബി ടേക്കൺ, എന്തൊക്കെയാണ് നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് ട്ടോ. ഒബ്ജക്റ്റീവ്സ് നോക്കൂ. എന്താ ലക്ഷ്യങ്ങൾ? ഗാർബേജ് ഡിസ്പോസൽ ഓഫ് നൂൺ മീൽ, ഉച്ചഭക്ഷണ മാലിന്യ നിർമ്മാർജ്ജനം. പേപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, കടലാസ് മാലിന്യ നിർമ്മാർജ്ജനം. പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസൽ, പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം. കൺസ്ട്രക്റ്റിംഗ് ബയോഡൈവേഴ്സിറ്റി പാർക്ക്, ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണം. ഈ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് ആക്ഷൻസ് എടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാരി ഔട്ട് ദ ആക്ടിവിറ്റീസ് യു ഹാവ് പ്ലാൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എവറി വൺ ഇൻ ദ സ്കൂൾ. അച്ചീവ് ദ ഗോൾ ഓഫ് എ സീറോ വേസ്റ്റ് ഗ്രീൻ സ്കൂൾ ത്രൂ ഇറ്റ്. എന്നാൽ നിങ്ങൾ ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിലെ എല്ലാവരുടെയും സഹായത്തോടെ നടപ്പിലാക്കുക. അതിലൂടെ എന്താണ് നമുക്ക് ഒരു മാലിന്യമുക്ത ഹരിത വിദ്യാലയം എന്ന ലക്ഷ്യം നേടിയെടുക്കുക. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എവറി ഹ്യൂമൻ ബീയിങ്സ് to protect water, soil and air from being polluted. വെള്ളവും മണ്ണും വായുവും മലിനീകരിക്കാതെ സംരക്ഷിക്കേണ്ട ഓരോ മനുഷ്യന്റെയും കടമയാണ് അല്ലെ. എല്ലാവരുടെ കടമയാണിത്. ഇതൊക്കെ പൊല്യൂട്ടാവാതെ ശ്രദ്ധിക്കേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങളെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നന്നായി പഠിക്കുക കേട്ടോ. ഇതൊക്കെ നമ്മൾക്ക് ലൈഫില് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവുന്നതും നല്ല കാര്യങ്ങളൊക്കെ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കണം, ഈ പൊല്യൂഷൻ ഉള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ എന്താക്കണം, കഴിയുന്നതും ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.